കേരളത്തിൻ്റെ കുന്നിൻ മുകളിൽ ഭക്തിയുടെയും ശാന്തിയുടെയും പ്രകാശമായി നിലകൊള്ളുന്നത് തിരുവില്ലാമല ശ്രീരാമക്ഷേത്രം. ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം പരശുരാമൻ സ്വയം പ്രതിഷ്ഠിച്ച ദേവവിഗ്രഹങ്ങളാണെന്ന് പുരാണങ്ങൾ പറയുന്നു. ഇവിടെ ഏറ്റവും വിചിത്രമായത് ശ്രീരാമനും ലക്ഷ്മണനും രണ്ടരികിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അതൊരു സഹോദര സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പ്രതീകമാണ്. കയറി ചെല്ലുമ്പോൾ നമുക്ക് ശ്രീരാമനെ ആണ് കാണുന്നത്. നമ്മൾ പ്രദക്ഷിണം വെച്ച് ചെല്ലുമ്പോഴാണ്, ഉള്ളിൽ കയറി കഴിയുമ്പോഴാണ് ലക്ഷ്മണൻ ആണ് ആദ്യം നമ്മൾ തൊഴുന്നത്. രാമൻ ധർമ്മത്തിൻ്റെ പ്രതിരൂപവും ലക്ഷ്മണൻ അനുസരണയുടെയും വിശ്വാസത്തിൻ്റെയും പ്രതീകവുമായിട്ടാണ് പറയപ്പെടുന്നത്. അതിനാൽ ഇവരുടെ പ്രതിഷ്ഠ രണ്ട് ദേവന്മാർ ഒരു ആത്മാവ് എന്ന വിശ്വാസമാണ് ഭക്തരിൽ. ക്ഷേത്രത്തിനരികിൽ മറ്റൊരു അത്ഭുതം കാണാം. പുഴുക്കുഴികളാൽ നിറഞ്ഞ ഒരു കല്ല്. ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നത് അത് അനന്ത സർപ്പൻ്റെ വാസസ്ഥലമാണ് എന്നതാണ്. അതിനാൽ ആ ഭാഗത്ത് പൂജകളും നേർച്ചകളുമൊക്കെ നടത്തി ദോഷനിവാരണം പ്രാപിക്കാമെന്ന് കരുതുന്നു. രാമലക്ഷ്മണന്മാരുടെ തൊട്ടടുത്ത് തന്നെ ഭക്ത ഹനുമാനും അയ്യപ്പസ്വാമിയും എല്ലാവരും ഉണ്ട്. മറ്റൊരു വിശ്വാസം കൂടി പറയട്ടെ. ഭക്തന്മാർ അവരുടെ പ്രാർത്ഥനകൾ പൂർത്തിയായ ശേഷം അല്ലെങ്കിൽ ഒരു ആഗ്രഹം നിറവേറ്റണമെന്നുള്ള മനസ്സോടെ ഒരു ചെറിയ കല്ലെടുത്ത് ആലിൻ്റെ ഒരു ചുവട്ടിൽ അടുക്കി വെക്കും. ആ കല്ലുകൾ അവരുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. ഒരാൾ പറയുന്നത് ഓരോ കല്ലിലും ഓരോ പ്രാർത്ഥനയുണ്ടെന്നാണ്. തിരുവല്ലുവാമലയിൽ എത്തുന്നവർ ഒരിക്കൽ കണ്ടാൽ മറക്കാനാവില്ല ഭാരതപ്പുഴയുടെ പാപനിവാരണിയായ ശബ്ദത്തോടൊപ്പം രാമനാമം മുഴങ്ങുന്ന ഈ ക്ഷേത്രം ഭക്തന്റെ മനസ്സിൽ സമാധാനത്തിൻ്റെയും കരുണയുടെയും ആലയമായി നിലകൊള്ളുന്നു.